റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 11-12 വചനങ്ങൾ വായിച്ചു കേൾക്കാം. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. ഇവിടെ നമ്മുടെ ദൈവം സമ്പന്നനാണെന്ന് ധന്യനായ പൗലോസ്ലീഹ റോമിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം സമ്പന്നനാണ്. അപ്പം നാം ആരാധിക്കുന്ന ദൈവം ആരാണ്? സമ്പന്നനായ ദൈവമാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പം നമുക്ക് സമ്പത്ത് വളരെ ആവശ്യമാണ്. സമ്പത്തില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ല. വണ്ടി ഓടിക്കുമ്പം പെട്രോൾ അടിക്കണേ എന്തോ വേണം? പൈസ വേണം. ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കണേ എന്തോ വേണം? പൈസ വേണം. നല്ല വസ്ത്രം ധരിക്കണേ എന്ത് വേണം? കുടുംബത്തെ പോറ്റാൻ എന്ത് വേണം? എല്ലാവർക്കും എന്ത് വേണം? പൈസ വേണം. ഹല്ലേലൂയ. പൈസ ഇല്ലാതെ ഈ ഭൂമിയിൽ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. ഈ ബൈബിളിൻ്റെ വെളിപ്പാട് വെച്ച് പറയുമ്പോൾ സമ്പത്ത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. സമ്പത്ത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. അപ്പൻ്റെ സമ്പത്തിന് അവകാശി അപ്പൻ്റെ മക്കളാണ്. ശരിയാണോ? ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ സമ്പന്നനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. എന്നാൽ ഞാൻ എൻ്റെ ആത്മീയ യാത്രയിൽ കണ്ടൊരു കാര്യമുണ്ട്. പലരുടെയും ലൈഫിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലം ഒരു വലിയ പ്രോബ്ലമാണ്. ഹല്ലേലൂയ. 1000 പേര് പ്രാർത്ഥനാ വിഷയം എഴുതി തന്നാൽ അതിനകത്ത് 900 പേരുടെ വിഷയവും സാമ്പത്തിക വിഷയമാണ്. കാരണം ഫൈനാൻഷ്യൽ കുരുക്ക് പലരുടെയും ജീവിതത്തിലുണ്ട്. ഇന്ന് ആ കുരുക്കിനെയൊക്കെ അഴിക്കുന്ന ഒരാത്മസാന്നിധ്യം ദൈവം നമുക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് ചിന്തിക്കുന്ന ചിലരെ രക്ഷപ്പെടുത്താൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ഒരിക്കലും കരകയറ്റം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ ചിലരെ കരകയറ്റത്തിൽ എത്തിക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം സമ്പന്നനാണ്. നിങ്ങളുടെ ഒരാവശ്യവും മനുഷ്യനോട് പറയരുത്, ദൈവത്തോട് പറയണം. കാരണം നീ ആരാധിക്കുന്ന ദൈവം സമ്പന്നനാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒരുവൻ്റെ സാമ്പത്തിക മേഖലയിൽ വിടുതൽ കിട്ടണമെങ്കിൽ അതിനർത്ഥം അവൻ്റെ മേലെ യഥാർത്ഥമായ ദൈവാനുഗ്രഹം ഇറങ്ങണം. ഞാൻ 2 കാഴ്ച കണ്ടുകൊണ്ടാണ് ഇന്ന് പ്രസംഗിക്കുന്നത്. ചിലർ ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കപ്പെടും, ചിലർ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. 2 അവസ്ഥ ഞാൻ ആത്മാവിൽ കണ്ടോണ്ടാണ് ഇന്ന് വചനം പറയുന്നത്. നീ അനുഗ്രഹിക്കപ്പെടുവാനുള്ള എല്ലാ തടസ്സങ്ങളും ഇന്നത്തെ പ്രാർത്ഥനയിൽ പൊട്ടണം. ചില ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കോടിക്കണക്കിന് ലൈബിലിറ്റിയുമായിട്ട് പ്രാർത്ഥനയ്ക്ക് വരും. ഹല്ലേലൂയ. പക്ഷെ കുറച്ച് പ്രാർത്ഥനകൾ കഴിയുമ്പോൾ അവർ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, പാസ്റ്ററെ ഭയങ്കര മാറ്റം. അതെങ്ങനെയാ? നമ്മൾ ചെക്കെഴുതി കൊടുത്ത് കടം വീട്ടുമല്ല, അവർക്ക് വ്യത്യസ്ത വഴികൾ ദൈവം ഒരുക്കും. ഒരാമയും വരുന്നില്ല. എന്നാൽ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, എത്ര പ്രാർത്ഥിച്ചിട്ടും അവരുടെ കടം മാറിയിട്ടില്ല. ആ തടസ്സങ്ങളെല്ലാം ഇന്ന് മാറണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കടമില്ലാത്തൊരു ജീവിതം? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. എന്തില്ലാത്ത ജീവിതമാ? നിങ്ങൾക്കറിയാമോ, ഈ കടത്തിൻ്റെ പിമ്പിൽ വലിയ പൈശാചികത്വങ്ങളുണ്ട്. ഒരുവന് കടം വന്നാൽ അവൻ്റെ വിശ്വാസം തണുക്കാൻ തുടങ്ങും, അവൻ്റെ പ്രത്യാശ നഷ്ടപ്പെടാൻ തുടങ്ങും, അവന് മരിക്കണമെന്നുള്ള ചിന്ത വരും. പലരുടെയും ജീവൻ ഒടുക്കുവാൻ കാരണം സാമ്പത്തിക പ്രശ്നമാണ്. ആ മേഖലയിൽ ഇന്നൊരു വിടുതൽ പ്രാപിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ അനുഗ്രഹം ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്നത് ഉറപ്പ് വേണം. വാക്യം ശ്രദ്ധിച്ചു, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു.